ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന ഗാർഗിയുടെ അടുത്തേക്ക് ചെല്ലുന്ന റിയയാണ്. എടി എന്ന് പുറകിൽ നിന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടലോടെ ഗാർഗി തിരിയുമ്പോൾ ഓസിലെ വെള്ളം മുഴുവൻ റിയയുടെ ദേഹത്തേക്ക് വീഴുകയാണ്. നീ എന്നോട് ചെയ്തതിന് മാപ്പ് പറയണമെന്ന് റിയ പറയുമ്പോൾ അതൊരിക്കലും നടക്കത്തേയില്ലെന്ന് ഗാർഗി പറയുന്നു. പാർവതി ഇവിടുന്ന് ഇറക്കി വിട്ടില്ലേ, അതേപോലെ നിന്നെ ഇറക്കി വിടാനും എനിക്ക് അധികം സമയമൊന്നും വേണ്ടി വരില്ല, അത് നീ ഓർത്തോളാൻ പറഞ്ഞ് റിയ അകത്തേക്ക് പോകുന്നു. ഇത് കേൾക്കുന്ന ഗാർഗി മനസ്സിൽ പറയുകയാണ്, അപ്പോൾ ഇവളാണ് പാർവതി ഇവിടുന്ന് പുറത്തു പോയതിൻ്റെ ആണിക്കല്ല്. എന്താണെങ്കിലും ഈ വിവരം പാർവതിയെ വിളിച്ച് എത്രയും പെട്ടെന്ന് അറിയിക്കണം. പിന്നീട് കാണിക്കുന്നത് അരവിന്ദൻ വിളിപ്പിച്ചിട്ട് കാത്തു നിൽക്കുന്ന പ്രഭാവതിയെയാണ്. അങ്ങനെ അരവിന്ദൻ വരുമ്പോൾ പ്രഭാവതി പറയുകയാണ്, എത്ര നേരമായെന്നറിയാമോ ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യണമെങ്കിൽ ഓഫീസിലോ വീട്ടിലോ വന്നാൽ പോരായിരുന്നോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ അരവിന്ദൻ പറയുകയാണ്, നിങ്ങളുടെ ഓഫീസിൽ വന്ന് ഞാൻ നിങ്ങളെ ചോദ്യം ചെയ്യുമ്പോഴേ അത് നിങ്ങൾക്ക് ക്ഷീണമുണ്ടാക്കില്ലേ? പിന്നെ സ്റ്റാഫുകളുടെ ഇടയിലൊക്കെ എന്തെങ്കിലും വാർത്തയും പടരും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞത്. ശരി, നിങ്ങൾക്കിപ്പോൾ എന്താ അറിയേണ്ടതെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ പാർവതിയെ തട്ടിക്കൊണ്ടുപോയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എനിക്കറിയേണ്ടതെന്ന് അരവിന്ദൻ പറയുന്നു. ഇത് കേൾക്കുന്ന പ്രഭാവതി ഞെട്ടലോടെ അരവിന്ദനെ നോക്കുകയാണ്. പാർവതിയെ തട്ടിക്കൊണ്ടുപോയെന്നോ? എപ്പോ? ഞാൻ ഇന്നലെയും കൂടി അവളെ കണ്ടതാണല്ലോ എന്ന് പ്രഭാവതി പറയുമ്പോൾ അരവിന്ദൻ പറയുകയാണ്, ഇപ്പോഴല്ല, 2 ദിവസം മുമ്പാണ് തട്ടിക്കൊണ്ടു പോയത്. അതിന്റെ പിന്നിൽ നിങ്ങളാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഞാനോ? നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? നിങ്ങൾ ചുമ്മാ എന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ അരവിന്ദൻ പറയുകയാണ്, എനിക്ക് ശക്തമായ തെളിവുകൾ തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ മകനും മകന്റെ ഇപ്പോഴത്തെ ഗേൾഫ്രണ്ടും ചേർന്നാണ് ഗുണ്ടകളെ ഏർപ്പാടാക്കിയത്. പിന്നെ വിശാലിന്റെ ഫോൺ ആരോ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. എനിക്കിതൊന്നും അറിയില്ലെന്നും ഞങ്ങളാരും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നും പ്രഭാവതി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അരവിന്ദൻ പറയുകയാണ്, ഇതിന്റെ പേരിൽ ഞാൻ എന്താണെങ്കിലും നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. തന്നിരുന്ന പരാതി വിശാൽ പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്, വിശാല് പുതിയൊരു പരാതി തന്നിട്ടുണ്ട്. ഇത് കേൾക്കുന്ന പ്രഭാവതി അമ്പരപ്പോടെ അരവിന്ദനെ നോക്കുമ്പോൾ അരവിന്ദൻ പറയുകയാണ്, വിശാലിന്റെ അമ്മയുടെ മരണത്തിന്റെ പിന്നിൽ ദുരൂഹതയുണ്ടെന്നാ വിശാൽ ഇപ്പൊ പറയുന്നത്. തന്റെ അമ്മയുടെ കൊലയാളികളെ കണ്ടെത്താനുള്ള പരാതിയാ ഇപ്പോൾ വിശാൽ തന്നിരിക്കുന്നത്. ഇത് കേൾക്കുന്ന പ്രഭാവതി ഞെട്ടലോടെ അരവിന്ദനെ നോക്കുന്നു. അതിന്റെ അന്വേഷണം ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ കണ്ട കാര്യം ആരും അറിയണ്ടെന്ന് പറഞ്ഞ് അരവിന്ദൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പാറുവിനെയും വിശാലിനെയുമാണ്. പാറുവിനോട് വിശാൽ പറയുകയാണ്, ഇത്രയും നാളും നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നമ്മുടെ ഇടയിലേക്ക് ഒരു പുതിയ ആൾ കൂടി വരാൻ പോവുകയാണ്. തനിക്കറിയാലോ, എൻ്റെ അമ്മ രാജകുമാരിയായി ജീവിച്ച് രാജകുമാരിയെ തന്നെയാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്ക് സൗകര്യങ്ങൾക്കൊന്നും ഒരു കുറവും ഉണ്ടാകാനേ പാടില്ല. അതിന് നമ്മളിപ്പോൾ എന്താ ചെയ്യുക? ഇങ്ങനെ ജീവിച്ചാൽ പറ്റില്ലല്ലോ എന്ന് വിശാൽ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, ഞാനും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ തുടങ്ങിയാലോ? തുടങ്ങാനാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാനാണെന്ന് വിശാൽ ചോദിക്കുന്നു. എന്നിട്ട് വിശാൽ പറയുകയാണ്, താൻ വിഷമിക്കണ്ട, തൻ്റെ ഉദയനൂരമ്മ തന്നെ നമുക്കൊരു വഴി കാണിച്ചു തരും. പിന്നീട് കാണിക്കുന്നത് ജിതിനെയും റിയയുമാണ്. ഇങ്ങനെയൊന്നും പോയാൽ ശരിയാകില്ലെന്നും എനിക്ക് എത്രയും പെട്ടെന്ന് നിന്നോടൊപ്പം ജീവിക്കണമെന്നും റിയ പറയുമ്പോൾ ജിതിൻ പറയുകയാണ്, നിനക്കറിയാലോ, എൻ്റെ പേരിൽ കേസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഈ നാട്ടിൽ നന്നായി ജീവിക്കാൻ സാധിക്കില്ല. പിന്നെ ഉള്ളത് വിദേശമാണ്. വിദേശത്ത് പോയി ജീവിക്കണമെങ്കിൽ പണം വേണം. അത് നമ്മളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാതെ പണവും നമ്മുടെ കയ്യിൽ വരില്ലല്ലോ. അതുകൊണ്ട് നീ എന്താണെങ്കിലും കാത്തിരിക്കണം. ഞാൻ നിന്നെ ഒരിക്കലും ചതിക്കില്ലെന്നും ജിതിൻ പറയുമ്പോൾ റിയ പറയുകയാണ്, അവിടെ പ്രഭാവതിയും വിനയും ഞാൻ പറയുന്നത് എന്തും കേൾക്കുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും തടസ്സമായുള്ളത് പാർവതിയാണ്. നീ വിഷമിക്കാതെ റിയ, പാർവതിയുടെ കാര്യത്തിൽ നമുക്കുടൻ തന്നെ ഒരു തീരുമാനമുണ്ടാക്കാമെന്ന് ജിതിൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. വിനയ് പ്രഭാവതിയോട് പറയുകയാണ്, അമ്മേ, നമ്മുടെ കമ്പനി വലിയ തകർച്ചയിലേക്കാണ് പോകുന്നത്. ഇനിയും പെട്ടെന്നൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാകും. അതേസമയം അങ്ങോട്ടേക്ക് റിയയും വരുമ്പോൾ പ്രഭാവതി പറയുകയാണ്, വിനയ്, പതിയെ പറ. ഈ വിവരം ആരെങ്കിലും കേട്ട് വിശാലും പാർവതിയും അറിഞ്ഞാലേ അതോടെ തീർന്നു. മദ്യ കച്ചവടം ലാഭമാണെന്ന് റിയ പറഞ്ഞിട്ടാ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. എന്നിട്ടിപ്പോൾ എന്തായെന്ന് വിനയ് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന റിയ പറയുകയാണ്, ഈ ബിസിനസ് നമുക്ക് ലാഭം തന്നെ തരൂ. ഞാനേ ഇതിനെപ്പറ്റി കുറെ പഠിച്ചിട്ട് തന്നെയാ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. പിന്നീട് കാണിക്കുന്നത് വിശാലിനെ കാത്തിരിക്കുന്ന പാറുവിനെയാണ്. ഇത്ര നേരമായിട്ടും വിശാൽ സാറിനെ കാണുന്നില്ലല്ലോ, എവിടെ പോയതാണെന്ന് പറഞ്ഞ് ടെൻഷനോടെ ഇരിക്കുകയാണ് പാർവതി. അതേസമയം വിശാല് അങ്ങോട്ടേക്ക് വരുന്നു. ഞാനേ എൻ്റെ പാർവതിക്കൊരു സർപ്രൈസ് വാങ്ങാൻ പോയതാ, അതാ താമസിച്ചതെന്ന് വിശാൽ പറയുന്നു. തുടർന്ന് വിശാല് തൻ്റെ കയ്യിലുള്ള പൊതി പാറുവിനെ ഏൽപ്പിക്കുന്നു. പൊതിയിലെ മാങ്ങ കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന പാറുവിനെയാണ് കാണിക്കുന്നത്.
ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.